ഇന്നിപ്പോൾ രാവിലെ തന്നെ അത് എല്ലാവരും അടുക്കളയിൽ കൂടിയുണ്ട് കേട്ടോ. അല്ലൂട്ടനും തുമ്പമ്മയും ഇതാ അവിടെ പൊമഗ്രാനട്ട്, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക, ഉറുമാമ്പഴല്ലേ, ആ സാധനം തന്നെ അത് പൊളിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അച്ഛനും അച്ചമ്മയ്ക്കുമാണ് കരാർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടുപേരും അതിൻ്റെ പണിയില്ല. പക്ഷേ അച്ഛന് കയ്യിന് ആ സർജറി കഴിഞ്ഞതിന് ശേഷം ഇത് ചെയ്യുന്നത് അത്ര ഈസി അല്ല. അതാണ് അച്ഛൻ്റെ മുഖത്തൊരു വൈക്ലഭ്യ ഭാവം നിങ്ങൾ കണ്ടത്. അപ്പോഴത്തേക്ക് സഹധർമ്മിണി എത്തി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവർ രണ്ടാളും കൂടെ അതിൻ്റെ പണിയിലാണ്. അമ്മ ഉപ്പേരിക്ക് അരിയുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം ചിക്കൻ, എൻ്റെ മെയിൻ പരിപാടി അതാണ്, ചിക്കൻ കഴുകുക, ചിക്കൻ നന്നാക്കുക, ചിക്കൻ കഴുകുക, ചിക്കൻ നന്നാക്കുക. ഇത് തന്നെ ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ അല്ലൂസ് വീഡിയോ എടുക്കുക ഞാൻ എടുക്കുകയാണ്. പക്ഷേ റീനമേൻ്റെ ഉഷമേൻ്റെ ഒക്കെ കണ്ണ് പട്ടിക്കുഞ്ഞുങ്ങളെ കണ്ണാണ് കേട്ടോ. അത് ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ അത് തുറന്ന് നോക്കുന്നുണ്ടോ ഇങ്ങോട്ടാണോ നോക്കുന്നതെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ഓരോ പറഞ്ഞ് കളിയാക്കലുണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞു എൻ്റെ കണ്ണ് ചെറുതാവുണ്ടോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. രണ്ടുപേരും കുറേ നേരം ഇടയ്ക്കിടയ്ക്ക് വന്ന് ഗേറ്റിൻ്റെ അടയ്ക്ക് നോക്കി നിൽക്കുകയാണ് കേട്ടോ. വരുന്നുണ്ടോ എന്ന്. ആരെന്നല്ലേ, റീനമ്മയും ഉണ്ണിയച്ഛനും കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരും വരുന്നുണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കുറച്ച് ശുഷ്കാന്തി കൂടുതലാണ് ഗൈസ്. അപ്പോൾ അതാ ഉണ്ണിയച്ഛൻ ഷർട്ടൊന്നുമല്ല, ടീഷർട്ടൊക്കെ ചുള്ളനായിട്ടാണ് വന്നിരിക്കുന്നത്. വലിയ പ്ലാൻ ഇട്ടിട്ട് കാര്യമില്ല, നമുക്ക് യോഗ ഉണ്ടെങ്കിലേ നടക്കുമായിരുന്നു സത്യമാണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് ദിവസം ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിരുന്നു. ഉണ്ണിയച്ഛനും വന്നല്ലോ, അപ്പോൾ നമുക്ക് പുറത്ത് പോവാം, ബീച്ചിലൊക്കെ പോവാം, മക്കളെയും കൊണ്ട് ബീച്ചിലൊക്കെ പോയി വരാം. പിന്നെ SM സ്ട്രീറ്റിലൊക്കെ ഒന്ന് പോവാം. കാരണം ഈ നവമി ദശമിനോടനുബന്ധിച്ച് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തോ കണ്ടപ്പോൾ നമുക്ക് അവിടേക്ക് ഒന്ന് പോയി കറങ്ങി വരാമെന്നൊക്കെയുള്ള പ്ലാനായിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല ഗൈസ്. അമ്മേനോട് ഞാൻ ഇടയ്ക്ക് അമ്മേനെ മുടി കൊഞ്ഞല്ലാണ്. അപ്പോൾ അമ്മ സത്യമാടി മുടിയൊക്കെ കൊഞ്ഞുണ്ട് എന്ന് പറഞ്ഞിട്ട് സങ്കടം പറയുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാവരും പാടെ അതാ ചായയൊക്കെ കുടിച്ച് ഒരു ഗ്യാപ്പ് വിട്ടിട്ട് അടുത്ത ഫുഡ് അടിയിലേക്ക് കടക്കാമെന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ അതിനുള്ള സാവകാശം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഹേസു കാര്യമായിട്ട് നോക്കുന്നുണ്ട്, ആരപ്പം ഇത് എന്നുള്ളൊരു മട്ടിലാണ് നോക്കുന്നത്. കുട്ടി വളരെ ചെറുപ്പത്തിൽ കണ്ടതല്ലേ ഇവരെ, അല്ലേലും ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്നല്ലോ അല്ലേ. പറഞ്ഞു തരാം. അങ്ങനെ കുറച്ച് നേരം ഓളെ നോട്ടൊക്കെ നോക്കി ഞങ്ങൾ ഇങ്ങനെ നിന്നിട്ട്, അല്ലെങ്കിൽ ആരെയും വന്നിട്ടുണ്ട് കുട്ടി നന്നായി അങ്ങോട്ട് നോക്കി മൈൻഡിൽ ഇങ്ങനെ സെറ്റാക്കി വെക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഫുഡ് കഴിച്ച കഥ പറഞ്ഞാൽ എന്താ വെച്ചാൽ ബിരിയാണിയാണ് കേട്ടോ. ഫുഡൊക്കെ കഴിച്ചവർക്ക് ഇപ്പം തന്നെ പോകണം ഗൈസ്. തുമ്പമ്മയുടെ എഴുത്തിനിരുത്തലും ഒക്കെ കഴിഞ്ഞിട്ട് പോകാമെന്നുള്ള പ്ലാനായിരുന്നു. പക്ഷേ ഉണ്ണിയച്ഛൻ്റെ അവിടെ ഒരു മരണം ഉണ്ടായി, അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല, പെട്ടെന്ന് തന്നെ പോകേണ്ടി വന്നു. അപ്പോൾ ബാക്കി വിശേഷമൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം.